നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുന്ന നേന്ത്രവാഴൻ്റെ തൈ. അപ്പോൾ ഞാനിത് നട്ടിട്ട് ഒരു മാസമായിട്ടുള്ളൂ. എനിക്കൊരു നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ തൈ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതിവിടെ സൈഡിൽ കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വാടിപ്പോയിട്ടൊന്നുമില്ല, ഒരു മാസത്തോളം സൈഡിൽ കിടന്നിരുന്നത്. അപ്പോൾ അതിൽ പുതിയ തൂമ്പൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാനത് പിന്നെ നടാമെന്ന് കരുതി വെച്ചു. അപ്പോൾ ഇവിടെ കിട്ടിയൊരു സ്ഥലത്ത് ഞാനത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നട്ടപ്പോൾ കുറച്ച് കോഴിക്കാഷ്ടം ഞാനിവിടെ ഉണ്ടായിരുന്നു, അത് കുറച്ചിട്ടു. ഗ്യാസ് പോയ കാഷ്ടമാണ് അത്, ചൂടൊക്കെ പോയതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് വെറുതെ അവിടെ ഒന്ന് കുത്തി വെച്ചതാണ്, ശരിക്കും നട്ടിട്ടില്ല. അത് മണ്ണൊക്കെ ഒന്ന് മാന്തിയിട്ട് ഒന്ന് കുത്തി വെച്ചു. അപ്പോൾ അത് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഒരു മാസം കഴിഞ്ഞു, വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ വേര് പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ പിന്നെ രണ്ടാമത് വളം ഇടാനായിട്ടുണ്ട്. നല്ല വളർച്ച കണ്ടപ്പോൾ കുറച്ച് വളം വീണ്ടും കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാ കൃഷിക്കാരും കോഴിക്കാഷ്ടമാണ് ഇതിന് വാഴയ്ക്ക് അധികം ഇടുന്നത്. പാടത്തൊക്കെ കൃഷി ചെയ്യുന്നവരും എല്ലാവരും കോഴിക്കാഷ്ടമാണ് അധികം ഇടുന്നത്. അപ്പോൾ ഞാനും അതേപോലെ ഒന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള ചപ്പ് ചവറും ഒക്കെ ഇട്ട് മൂടിയിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ വന്ന വേരൊക്കെ ഒന്ന് പിടിച്ചോളും. പിന്നെ ഇത് വേനൽക്കാലത്താകുമ്പോൾ നന്നായിട്ട് നനയ്ക്കണം. വാഴയ്ക്ക് നന നിർബന്ധമാണ് വേനൽക്കാലത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ഇനി അടുത്ത വീഡിയോ ഇത് കൊല ഉണ്ടാവട്ടെ, കായൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ, അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, ഒരു പരീക്ഷണം. വളർച്ച നന്നായിട്ടുണ്ട്, എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ. ഞാൻ മുമ്പൊരു വാഴ നട്ടിരുന്നു. എനിക്ക് സ്ഥലമല്ല ശരിക്ക് ഉള്ള സ്ഥലത്തൊക്കെ കുരുമുളകും അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്, തെങ്ങ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനൊരു മുമ്പൊരു വാഴ നട്ടിരുന്നു, ഒരു ചെറിയൊരു ഗ്യാപ്പിൽ. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും കാണണം. അപ്പോൾ വാഴ നടാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നടാൻ പറ്റും. അതിനൊത്തിരി സ്ഥലമൊന്നും വേണ്ട. വളം നന്നായിട്ട് കൊടുക്കണം. ഇതൊരു മാസത്തെ വളർച്ചയാണ്. ഞാനിതിൻ്റെ വളർച്ച കണ്ട സത്യത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ കന്നുകളൊക്കെ പൊട്ടി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.